എന്താ സംശയം? അതായത് ഇയാൾ കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് അറിയുന്നതിന് മുമ്പുള്ള ചിത്രമാണ്. അയാൾ എത്രയോ ആളുകളുടെ കൂടെ ചിത്രം എടുത്താണ്. ഇദ്ദേഹം MP ആയിരിക്കുന്ന നാട്ടിലെ ആളാണ് അദ്ദേഹം. നമ്മുടെ നാട്ടില് ഞാൻ ജനപ്രതിനിധിയായിരിക്കുന്ന എന്റെ പറവൂരിൽ വന്ന് എത്ര പേര് എന്റെ കൂടെ പടം എടുത്താണ്. നാളെ അവനെ ഏതെങ്കിലും മോഷണക്കേസിലോ കള്ളക്കേസിലോ പ്രതിയായ എന്റെ തോളെ നിന്ന് കൈയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടം വന്നിട്ട് എന്താ കാര്യം? ഫോട്ടോ ഉള്ളതിന്റെ പേരിലാണ് അടൂർ പ്രകാശിന്റെ മൊഴി എടുത്തതെങ്കിൽ പിണറായി വിജയന്റെ മൊഴിയും കൂടി എടുക്കണം. എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ബന്ധമെന്ന്. ഇനി എന്നിട്ട് 2017 കാര്യം, ഒരു കാര്യം കൂടി ഞാൻ പറയാം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു, മൊഴിയെടുത്ത് എന്തായിക്കോട്ടെ ചെയ്തല്ലോ. നിങ്ങൾ പോലും അറിഞ്ഞില്ല, 4 ദിവസം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഒരാളും വിവരം അറിഞ്ഞില്ല. അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തപ്പോ അപ്പ ചോർത്തി കൊടുത്തല്ലോ. SITയിൽ ആരാ ഉള്ളത്? SITയിലെ എല്ലാവരെയും കുറിച്ചല്ല, SITയിൽ CPMന്റെ ഏജന്റുമാരുണ്ട്, സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഏജന്റുമാരുണ്ട്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്ത സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഹാജരായ സമയത്ത് ഒരാളും അറിയിക്കാതെ രഹസ്യമായി സൂക്ഷിച്ചു. 3-4 ദിവസം കഴിഞ്ഞ പുറത്തു വന്ന് അടൂർ പ്രകാശിന്റെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോ തന്നെ അത് ചോർത്തി കൊടുത്തു പുറത്ത്. ഇത് വളരെ വ്യക്തമല്ലേ? വളരെ വ്യക്തമല്ലേ എന്താണെന്ന്? അവിടെ ആരുടെ ഏജന്റുമാർ അതിന്റെ അകത്തുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇനി കൊടിമരത്തിന്റെ കാലത്ത് ഹൈക്കോടതിയുടെ വിധിയുണ്ട്, അതിനെ അപ്രീഷിയേറ്റ് ഉണ്ട്. ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയത്. എന്നിട്ട് ഹൈക്കോടതി വെച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു, എന്തൊക്കെയാണ് നടന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്. എന്നിട്ട് ഹൈക്കോടതി ഈ അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടിക്രമങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ടുള്ള കോടതി വിധിയും കൂടിയുണ്ട്. അതുകൂടി എല്ലാവരും കൂടി വായിച്ചു നോക്കിക്കോട്ടെ. പിന്നെ ഹൈക്കോടതി SITയുടെ കീഴിലാണോ ഇത് അന്വേഷിക്കുന്നത്, അല്ലെ സ്റ്റേറ്റ് വിജിലൻസ് ആണോ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയില്ല, വ്യക്തത എനിക്ക് വന്നില്ല, എനിക്കറിയില്ല കേട്ടോ. ആയിക്കോട്ടെ, അതിനെന്താ ഞാൻ പറയട്ടെ. അതേ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ ഇതുപോലെ ഈ ആരും അറിയാതെ മറ്റേ ദ്വാരപാലക ശില്പം എടുത്തിട്ട് മറ്റേ കോടീശ്വരന് വിറ്റല്ല, നടപടിക്രമങ്ങൾ പാലിച്ച് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് അന്ന് എല്ലാം ചെയ്തത്, എല്ലാം. എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. അഡ്വക്കേറ്റ് കമ്മീഷണറെയും അവിടെ നടന്ന നടപടികളെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഭിനന്ദിക്കുകയും കൂടി ചെയ്ത കേസാണ്, ക്ലോസ് ചെയ്ത കേസാണ്. വരട്ടെ, അവരത് നേരിട്ടുള്ളൂ, ഒരു പ്രശ്നമില്ല. അല്ല, അതിനെന്താ? ഹൈക്കോടതി ഒരു ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനാണ് എതിർക്കുന്നത്. ഇതും നടന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ, അതുകൂടി അറിയണം. ഹൈക്കോടതി ഇതും കൂടി ചെയ്തിട്ടുണ്ട് ആ കേസിൽ. അല്ലാതെ ആരോരും അറിയാതെ ഹൈക്കോടതി മാനുവൽ ലംഘിച്ച് ഇതെടുത്തുകൊണ്ട് വേറെ പോയി കോടീശ്വരന് വിറ്റ് പിന്നെ വേറൊരു വ്യാജ ചെമ്പുണ്ടാക്കി അതുകൊണ്ട് അവിടെ കൊണ്ട വെച്ചതല്ല ഈ കേസ്. പറഞ്ഞോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വ്യാപകമായ കാലുകാരനുണ്ടായിരുന്ന RJD യോഗം കഴിഞ്ഞു നടന്നത്, അതിനൊരു വിലയിരുത്തലുണ്ടായി, ശക്തമായ വിമർശനം വന്നു. പക്ഷേ അവർ ഇടതുമുന്നണിയിൽ നിൽക്കാനുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. എന്താണ് ഈ മുന്നണി വിട്ടു വന്നാൽ സ്വീകരിക്കുക, അങ്ങനത്തെ ചർച്ചകൾ നടന്നിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ എപ്പോഴും പറയും ടീം UDF ആണ് ഞങ്ങളുടേത്. ടീം UDF ആണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ഇടതുമുന്നണി ശിഥിലമായിക്കൊണ്ടിരിക്കുക. പരസ്പര വിശ്വാസമില്ല ഘടകകക്ഷികൾ തമ്മിൽ. CPIയും CPM തമ്മിൽ നല്ല ബന്ധമാണ്. എത്ര വിഷയങ്ങളിൽ ഏറ്റുമുട്ടി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്നിരുന്നിട്ട് CPIക്കാർ വാദിക്കുക ഒപ്പിടരുതെന്ന്. ഈ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഒപ്പിട്ട കാര്യം പറഞ്ഞില്ല. അപ്പൊ അവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ല ഈ പരിപാടി. അതായത് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വന്നിട്ട് ഇവർ ഒപ്പിടരുതെന്ന് പറയാണ്. ഞങ്ങൾ ഒപ്പിട്ടിട്ടാണ് വന്നേക്കണത് എന്നെങ്കിലും പറയണ്ടേ? അതുപോലും ചെയ്തിട്ടില്ല. CPI CPM ബന്ധം അതാണ്. കേരള കോൺഗ്രസിന്റെ അവരുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പൊ RJD ആയിട്ടുള്ള വിഷയങ്ങൾ അറിയാം. ഇടതുമുന്നണി ശിഥിലമാവുകയാണ്. ടീം UDF അവിടെ ഉറച്ചു നിൽക്കുക. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അല്ല, അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു സമയം വരുമല്ലോ. ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും ഉണ്ടാവും ഇലക്ഷന് മുമ്പ്, അല്ലേ? പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോ ഐഷാ പോറ്റി വന്നു, നിങ്ങളെ അറിയിച്ചില്ലേ? ഐഷാ പോറ്റി വന്ന് കയറുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടായി ക്യാമറയൊക്കെ എടുത്ത്. അതുപോലെ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം അവസരങ്ങൾ ഉണ്ടാവും, പല അവസരങ്ങളുണ്ടാവും. അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും. നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഒരു പരിപാടി നടത്തില്ല. നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഒരു പരിപാടി നടത്തില്ല.
ഞാനൊരു വ്യക്തിയെക്കുറിച്ച് ഒരു പാർട്ടിയെക്കുറിച്ച് ഒന്നും പറയില്ല, ഒരാളെ കുറിച്ച് ഒന്നും പറയില്ല. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളെ അറിയിക്കാതെ നടത്തില്ല ഒന്നും. അതൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് സംഭവമായിട്ടോ ഏത് വ്യക്തിയായിട്ടോ എന്തു പറയും അതിനൊരു സമയമുണ്ട് നിങ്ങളോട് പറയാം. അത് നിങ്ങളോട് പറയേണ്ട ഉചിതമായ സമയത്ത് നിങ്ങളോട് പറയും. തീർച്ചയായിട്ടും അംഗമായി വന്നിട്ടുള്ള CK ജാനുവിന്റെ പാർട്ടി നേതൃത്വത്തോട് സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. അവരുമായിട്ടുള്ള ഒരു അതൊക്കെ നമുക്ക് ഈ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റും. ഘടകകക്ഷികൾ തമ്മിൽ നടത്തിയ ചർച്ച നേരെ വന്നിട്ട് അവർ ഏതൊക്കെയാണ് ആവശ്യപ്പെട്ടത്, ഞങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്, അത് എപ്പോ പറയുമെന്ന് വെച്ചാൽ ഘടകകക്ഷികളുടെ ചർച്ചകൾ പൂർത്തിയാക്കി ഓരോ കക്ഷികൾക്കും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഏതെല്ലാം സീറ്റുകളാണ് എന്നൊരു ഡിക്ലറേഷൻ ഉണ്ടാവും. അപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ചർച്ചയ്ക്കിടയിൽ നമ്മളതിന്റെ പറയുന്നതിന്റെ അകത്തൊരു ഇംപ്രപ്പറേറ്റ് ഇല്ല, അനൌചിത്യം ഉണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. അല്ല, അതിന് അവര് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലൊക്കെ വല്ല പാർട്ടിക്കാരെങ്കിലും ഒരാൾ പറയുമ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ ആദ്യത്തെ ഘട്ടം സ്ഥലം എടുത്തു, 3.5 ഏക്കർ സ്ഥലം എടുത്തു. ഇനി അടുത്ത ഒരു സ്ഥലം കൂടി അതിനോടനുബന്ധിച്ച് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി ഉടനെ രജിസ്ട്രേഷൻ നടക്കും. രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ തറക്കല്ലിട്ട് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. ഞാൻ ഒരു കാര്യം ഒന്നും കൂടി പറയാം. ഞങ്ങൾ എവിടെയാ വൈകിയത്? ഒരു കൊല്ലം എടുത്ത് സർക്കാർ ഇല്ലേ, ഞങ്ങൾ സർക്കാരിൽ നിന്ന് ലീഗ് നേരത്തെ തീരുമാനിച്ചവർ വേറെ അവസാനമായപ്പോൾ അവർ തീരുമാനിച്ച് സ്ഥലം ഏറ്റെടുത്തു. സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല. സർക്കാർ ഞങ്ങൾക്ക് പ്രത്യേകമായ സ്ഥലം തന്ന് ഞങ്ങൾക്ക് 100 വീട് വയ്ക്കാനുള്ള സ്ഥലം തരുമെന്ന് പറഞ്ഞു. അവസാന ഘട്ടത്തിലാണ് സർക്കാർ അതിന് തയ്യാറായില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ചോളാം. സർക്കാർ 1 കൊല്ലം എടുത്തുള്ളൂ, നമ്മൾ 4 മാസം എടുത്തുള്ളൂ. ഞങ്ങൾ 4 മാസം എടുത്തുള്ളൂ സ്ഥലം കണ്ടുപിടിച്ചിട്ട് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മുഴുവൻ ആക്ഷേപിക്കുന്നത്, സിദ്ദിഖിനെ അധിക്ഷേപിക്കുന്നത്. സർക്കാർ ഇത്രയും വലിയ സംവിധാനമുള്ള സർക്കാർ, പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ സ്ഥലം എടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഈ മുൻകാല റെക്കോർഡുകൾ വേണം. സാധാരണ പോയി നമ്മൾ 5 സെന്റോ 1 ഏക്കറോ സ്ഥലം മേടിക്കുന്നത് പോലെ അല്ല. ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലെയിമുകളുണ്ടോ, ഗവൺമെന്റിന് ക്ലെയിം ഉണ്ടോ, പ്ലാന്റേഷൻ ഭൂമിയാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ, നിയമപരമായ പരിശോധനകൾ നടത്തണം. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ഥലമെടുക്കാൻ വൈകുന്നത് എന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ നിയമസഭയിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞ മറുപടിയാണിത്. എന്തുകൊണ്ട് 1 കൊല്ലം എടുത്തെന്ന്. ഗവൺമെന്റിന് 1 കൊല്ലം എടുക്കാം, കോൺഗ്രസിന് 4 മാസം എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ സ്ഥലവും നിർമ്മിക്കും. പിന്നെ 100 വീടിന്റെ പൈസ കർണാടക ഗവൺമെന്റ് കൊടുത്തല്ലോ. ആര് പറഞ്ഞു? അത് നിങ്ങളുടെ കണക്കാണ്. 20 ലക്ഷം രൂപയ്ക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് 20 പൈസ കൊടുത്തത്. 20 കോടി കൊടുത്തത്. അല്ലല്ല, അത് ഘട്ടം ഉണ്ടാവില്ല. പൈസ കൊടുത്തല്ലോ, അവിടെ അത്രയല്ലേ ആയുള്ളൂ. പൈസ കൊടുത്തല്ലോ. അവര് പൈസ കൊടുത്തെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. എന്നോട് കർണാടക മുഖ്യമന്ത്രി പറഞ്ഞതല്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. പിന്നെ ലീഗിന്റെ ഇപ്പൊ 50 വീട് പൂർത്തിയായല്ല, ഇപ്പൊ 52 അല്ലെ, 52 വീട് പൂർത്തിയായി. അത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോവല്ലേ അല്ലെ. അപ്പൊ എത്രയും ഞങ്ങളും ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന് വ്യാപകമായ പ്രചരണത്തിന് സർക്കാർ 1642 കോടി രൂപ മുണ്ടകൈ ചൂരൽമല നിവാസികൾക്ക് സഹായിക്കാൻ വേണ്ടി മേടിച്ച് പൈസ വെച്ചിട്ട് ചികിത്സയ്ക്ക് പോലും കാശ് കൊടുക്കുന്നില്ല. ഒരു റോഡ് പോലും അങ്ങോട്ട് പണിത് കൊടുക്കുന്നില്ല. ഒരു പാലം പോലും അവിടെ പണിയുന്നില്ല. മനസ്സിലായ? ഈ പാവങ്ങളെ ദ്രോഹിക്കുകയാണ്. അവരുടെ പേരിൽ പണം മേടിച്ച് കയ്യിൽ വെച്ചിട്ട് ഒരു കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. അതാണ് പ്രശ്നം. മര്യാദക്കുള്ള ഒരു ലിസ്റ്റ്, ഒരു 3 വാർഡിൽ ദുരന്തം ഉണ്ടായപ്പോൾ അതിന്റെ ദുരന്ത ബാധിതരെ ആരാണെന്ന് കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഗവൺമെന്റാണ്, ഒരു കോമ്പിറ്റൻസ് ഇല്ലാത്ത ഒരു ഗവൺമെന്റാണ്. 4 മന്ത്രിമാരെ വെച്ച് അവര് വന്ന ആദ്യത്തെ ദിവസം കുറെ നാടകം നടത്തി പോയിട്ട് പിന്നെ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരാറുണ്ടാ? ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് അങ്ങ് പ്രസംഗിച്ചത് സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ വീട് വരുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ വീടും വരുമെന്നായിരുന്നു. നമ്മുടെ വേദിയിൽ അങ്ങ് പ്രസംഗിച്ചതാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള നടപടികളെല്ലാം അതെങ്ങനെയാ ചെയ്യുന്നത്? സർക്കാരിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി എങ്ങനെ സർക്കാരിന്റെ തീർന്നിട്ടൊന്നുമില്ലല്ലോ. അതിന്റെ ഒപ്പം ഞങ്ങളുടെയും പണി തുടങ്ങും. പിന്നല്ല ഭൂമിയുടെ എങ്ങനെ വീട് ഇപ്പൊ ഈ ഇതും കൂടി ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള ഭൂമിയും കൂടി എന്തായാലും ഈ ഭൂമി മേടിക്കണം ഞങ്ങളുടെ ഓഫീസ് പണിയാനല്ലോ, വീട് വയ്ക്കാനല്ല.
ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് ആരംഭിക്കും. ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആരംഭിക്കും. ഞങ്ങൾ 4 മാസം എടുത്തുള്ളൂ, സർക്കാർ 1 കൊല്ലം എടുത്ത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ശരി. വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഭാഗമായുള്ള പതിവ് വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. പിണറായി 3.0 എന്ന് പറയുമ്പോൾ ജനം തലയിൽ കൈവയ്ക്കുന്നു എന്ന പരിഹാസം അടക്കം അദ്ദേഹം പറയുന്നു. പതിവായി അദ്ദേഹം നേരിടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് വീട് വെച്ച് നൽകും എന്നുള്ള കാര്യത്തിൽ എന്താണ് മറുപടി എന്നാണ്. ആ മറുപടി അദ്ദേഹം ആവർത്തിക്കുന്നുമുണ്ട്. മറ്റ് ആരോപണങ്ങൾക്കെല്ലാം, ഈ ദിവസങ്ങളിൽ വരുന്ന ആരോപണങ്ങൾക്കെല്ലാം അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു.